أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് വഇസ്സതി വജലാലി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വലാ അജ്മഉ ലഹു അംനൈൻ ഇൻ അമ്മൻതുഹു ഇൻ അമ്മനനി ഫിദ്ദുനിയ خوفته في الآخرة وإن خافني في الدنيا أمنته يوم القيامة രണ്ട് പേടിയും രണ്ട് നിർഭയവും ഒരു മനുഷ്യനും ഞാൻ നൽകില്ല, ഒരാണിനോ ഒരു പെണ്ണിനോ. അല്ലാഹു പറയുന്ന വാക്കാണത്, ഹദീസ് ഖുദ്സി. രണ്ട് പേടി. ഇവിടെ പേടിച്ചു അല്ലാഹുവിനെ, നാളെ പേടിക്കേണ്ടി വരില്ല. എന്നെ ഇവിടെ പേടിച്ചാൽ നാളെ അവർക്ക് പേടിക്കേണ്ടി വരില്ല. ഇവിടെ എന്നെ പേടിക്കാതെ അല്ലാഹുവിന്റെ നിയമങ്ങളെ മറികടന്ന് ജീവിച്ചാൽ നാളെ അവർക്ക് പേടിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ ദാസന്, എന്റെ ദാസിക്ക് രണ്ട് പേടിയും രണ്ട് നിർഭയവും ഞാൻ കൊടുക്കുകയില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിന് വേണ്ടി ഒരുങ്ങേണ്ടവർ നമ്മൾ. എത്ര ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന്. നമ്മളതിന് ഒരുങ്ങിയോ? ഇന്ന് രാവിലെ സുബ്ഹിക്കാണ് 4 മണി സമയത്ത് മഹാനായ മുഹമ്മദ് ഫൈദി, നമ്മൾ അറിഞ്ഞില്ലേ, സുന്നി യുവജന സംഘത്തിന്റെ ട്രഷറർ, ജാമിഅ നൂരിയയുടെ സെക്രട്ടറി, മഹാനായ സമസ്തയുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ സഹോദരൻ അനുജൻ പി മുഹമ്മദ് ഫൈസി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇന്നലെ രാവിലെ എന്റെ സുഹൃത്ത്, ഞങ്ങളുടെ കൂടെ വാഹനം ഓടിക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത് ഷാഫി, ഇന്നലെ രാവിലെ ഈ എളാപ്പയെ ചെന്ന് കണ്ട് 2 മണിക്കൂർ മൗലാന ഹോസ്പിറ്റലിൽ സംസാരിച്ചു. ഒരു കുഴപ്പമില്ല, ഡെങ്കിപ്പനി വന്നതാണ്. എത്ര ആളുകൾക്ക് പനി പിടിച്ച് മരിക്കുന്നു, എത്ര ചെറിയ ഒരു അസുഖമില്ലാത്ത ചെറുപ്പക്കാർ എത്ര പേര് മരിച്ചു. അല്ലാഹു നമ്മ എല്ലാവർക്കും കാവൽ നൽകട്ടെ, അല്ലാഹുവിന്റെ കാവൽ നൽകട്ടെ. മുഅ്മിനേ, ഇത്രയുള്ളൂ ജീവിതം. 2 മണിക്കൂർ സംസാരിച്ചു. ആ കൂട്ടത്തിൽ എന്നെക്കുറിച്ചും ചോദിച്ചു, ഷാഫിയുടെ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചു. റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയണം, നിരന്തരം ഓടി 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 കുറെ പ്രോഗ്രാമുകളായി തളർന്ന് അവശനായി പോകരുത്, ശ്രദ്ധിക്കണം എന്നൊക്കെ ഷാഫിയോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. വളരെ വിഷമത്തിൽ ഉച്ചയ്ക്ക് വിവരം കിട്ടുന്നത് ആൾ ഐസിയുലാണ്. രാവിലെ കൂളായിട്ട് സംസാരിച്ച് സാധാ വിശ്രമിക്കുന്ന അവസ്ഥയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ഉച്ചയ്ക്ക് ഐസിയുവിലാണ്. പാതിരാത്രിയോടുകൂടെ ലോകത്തോട് വിട പറയാം, ഒരസുഖമില്ലാത്ത അവസ്ഥയിൽ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയോ? നമ്മൾ ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാണോ? അല്ലാഹുവിന്റെ മാലാഖ വിളിച്ചു കൊണ്ടുപോകുമ്പോ അത് പനിയാവാം, ആക്സിഡന്റ് ആവാം, ഏത് രീതിയിലാവാം, പെട്ടെന്നുള്ള മരണമാവാം, സ്ലോ മരണമാവാം. നമ്മളതിന് റെഡിയാണോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹു നമ്മളിന്ന് വിട പറഞ്ഞു പോയ മഹത്തുക്കൾ മുഹമ്മദ് ഫൈദിയുടെ ഭാര്യയുടെ ഉമ്മയും ഇന്ന് വൈകിട്ട് 5 മണിക്ക് സമയം ഇന്ന് വിട പറഞ്ഞിട്ടുണ്ട്. 2 പേർക്കും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. 2 പേരുടെയും ഖബറിടം അല്ലാഹുവിനെ സ്വർഗ്ഗത്തോപ്പാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരുടെ വിടവ്, മഹാനായ മുഹമ്മദ് ഫൈദിയുടെ വിടവ് അല്ലാഹുവേ ഈ സമുദായത്തിന്റെ പകരക്കാരന് നൽകണേ തമ്പുരാനെ. ദീനിന്റെ വിഷയങ്ങളിൽ, ഈ സമുദായത്തിന്റെ വിഷയങ്ങളിൽ നെഞ്ചുറപ്പോട് ആർജവത്തോടുകൂടെ മുന്നോട്ട് നിന്ന് കാര്യങ്ങൾ പറയാനും തീരുമാനമെടുക്കാനും കഴിയുമായിരുന്ന ഒരു പ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹു ആ മഹാനുഭാവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ. അവരുടെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഇന്ന് മണ്ണിനടിയിലാണ്, മറവ് ചെയ്തു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. അല്ലാഹുവേ, يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. സമ്പാദ്യമോ മക്കളോ ഉപകാരപ്പെടാത്തൊരു ദിവസമാണത്. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم.
സംശുദ്ധമായ മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരല്ലാതെ മറ്റു മുഴുവൻ ആളുകളും നഷ്ടത്തിലാണ് നാളെ പരലോകത്ത്. സംശുദ്ധമായ ഹൃദയം, ആ ഹൃദയത്തിനുള്ളിൽ സ്നേഹം അള്ളാഹുവിനോട്, കടപ്പാട് റബ്ബിനോട്, കടപ്പാടവന്റെ റസൂലിനോട്, കടപ്പാടവന്റെ ദീനിനോട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പാദ്യമോ മക്കളോ നിങ്ങളുടെ ബിസിനസ്സുകളോ നിങ്ങളുടെ വരുമാനമോ ഒന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയവരൊഴികെ ബാക്കി ആരും രക്ഷപ്പെടില്ല. അള്ളാഹുവേ, ഞങ്ങൾക്ക് ശുദ്ധമായ ഹൃദയത്തോടെ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം നൽകണമേ. ജീവിതം ഉത്തരവാദിത്തങ്ങളാണ് എന്ന് വിചാരിച്ച് അങ്ങനെ പ്രവർത്തിച്ച മാതൃക കാണിച്ച മഹാനുഭാവൻ ഭരണാധികാരം ഏൽപ്പിക്കപ്പെടുമ്പോ, ഖിലാഫത്ത് ഏൽപ്പിക്കപ്പെടുമ്പോൾ 20-ലേറെ രാജ്യങ്ങൾ ഇസ്ലാമിന്റെ ഭരണത്തിന് കീഴിലുണ്ട്. 20-ലേറെ രാജ്യങ്ങൾ, 20-ലേറെ രാജ്യങ്ങളുടെ അധിപനാണ് ഈ മഹാനുഭാവൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മിമ്പറിൽ കയറി ആദ്യത്തെ പ്രഭാഷണം തുടങ്ങുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ലഖദ് ബൂയിഅതു ബിൽ ഖിലാഫ അലാ ഗൈരി റഗ്ബത്തിൻ മിന്നി, എനിക്ക് യാതൊരു ആഗ്രഹവുമില്ലാതെ നിങ്ങൾ എന്നെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇനി എന്റെ പരിധിയിലാണ്. ജനങ്ങളെ, നിങ്ങളാണ് എന്നെ തെരഞ്ഞെടുത്തത്. വേണമെങ്കിൽ എന്നെ ഒഴിവാക്കിക്കോ, വേണമെങ്കിൽ എന്നെ വേണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾക്ക് തീരുമാനം മാറ്റിക്കളയാം. ഞാൻ തന്നെ വേണോ? ആളുകളൊക്കെ കരയാൻ തുടങ്ങി. 34 വയസ്സാണ് പ്രായം, യൗവനമാണ് സമയം. യൗവനത്തിന്റെ സമയത്താണ് മഹാനവറുകൾ ഖിലാഫത്തിലേക്ക് കടന്നു വരുന്നത്. ജനങ്ങളൊക്കെയും നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുൽ മുസ്തആൻ, നിങ്ങളാണ് ഞങ്ങളുടെ കാര്യം ഏറ്റെടുക്കേണ്ടത്, നിങ്ങളാണ് ഖലീഫ, നിങ്ങളാണ് ഭരണാധികാരി എന്ന് പറഞ്ഞപ്പോ മഹാനവറുടെ മറുപടി, അല്ലാഹുവിനെ അനുസരിക്കുന്നവരെ നിങ്ങൾ അനുസരിക്കണം. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിച്ചേക്കണം. ഞാൻ അല്ലാഹുവിനെതിരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല. ഫഇദാ അസ്വൈതുല്ലാഹ ഫലാ ത്വാഅത ലീ അലൈക്കും. ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മിമ്പറിൽ നിന്നിറങ്ങിയ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ആ മഹാനുഭാവൻ ഇതുപോലെ ഒരു ശവ്വാൽ മാസത്തിലാണ് ലോകത്തോട് വിട പറഞ്ഞത്. മഹാനവറുകൾ ഭരണാധികാരം ഏറ്റെടുത്തത് മുതൽ പിന്നെ ഉറങ്ങിയിട്ടില്ലത്രേ. ക്ഷീണമായിരുന്നു, ഉറങ്ങാൻ കഴിയില്ല. ഉത്തരവാദിത്വത്തിന്റെ ഭാരം കൊണ്ട് ഉറങ്ങാൻ കഴിയാത്ത മഹാൻ തന്റെ മുമ്പിലേക്ക് വരുന്നു. മഹാനായ ആബിദായ കഅബുൽ ഖുറദി റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ പറഞ്ഞു, ഉമറേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരല്ല, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന മഹാനാണിത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസെ കണ്ടപ്പോ അറിഞ്ഞില്ല കേട്ടോ, കണ്ടിട്ട് അറിഞ്ഞില്ല. ഈ ഡയബറ്റീസിന്റെ അസുഖമൊക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ വർഷങ്ങളോളം പരസ്പരം കണ്ടുമുട്ടാത്ത സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോ, എന്തേ പഴയ തടിയൊക്കെ എന്തായി, ആകെ ക്ഷീണിച്ചല്ലോ, ആകെ മെലിഞ്ഞല്ലോ, കണ്ടിട്ട് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ കഅബുൽ ഖുറദി ചോദിച്ചു, ഉമറേ, ഖുറൈശി ചെറുപ്പക്കാരാ, നിങ്ങൾ എത്ര സുമുഖനായിരുന്നു, എന്തൊരു സൗന്ദര്യമായിരുന്നു, എന്തൊരു പ്രഭയായിരുന്നു, എത്ര ആർഭാടമുള്ള ജീവിതമായിരുന്നു. ഇന്നെന്തേ മെലിഞ്ഞത്, നിറം മങ്ങിയത്, വല്ലാതെ ക്ഷീണിച്ചുവല്ലോ, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ കഅബുൽ ഖുറദിയോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ കൊടുത്ത മറുപടിയുണ്ട്, കഅബേ, എന്നെ ഇപ്പോൾ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്ന കഅബേ, ഞാൻ മരിച്ച് 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ഖബറൊന്ന് തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിലും വലിയ അത്ഭുതം തോന്നില്ലയോ? എന്റെ കണ്ണുകൾ ഇല്ലാതാവുകയും എന്റെ ശരീരം അഴിയുകയും എന്റെ ശരീരത്തിന്റെ കൈകാലുകളുടെ ജോയിന്റുകൾ മുഴുവനും വേർപ്പെടുകയും എന്റെ ശരീരം കഷ്ണം കഷ്ണമായി വേർപിരിയുകയും പുഴുക്കളും
ജന്തുജാലങ്ങളും എന്റെ ശരീരത്തിനുള്ളിലൂടെ താഴേക്കും മേലേക്കും കടന്നു പോകുന്ന രംഗം നിങ്ങൾ എന്റെ മരണശേഷം എന്റെ ഖബറൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കാഴ്ചയെക്കാളും ഈ അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതമല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇത് പറയേണ്ട താമസം കഅബ് റളിയല്ലാഹു അൻഹു കഅബുൽ ഖുറളിയും കൊട്ടാരത്തിലിരിക്കുന്ന, കൊട്ടാരം എന്ന് പറഞ്ഞുകൂടെ ബൈത്തുൽ ഹുക്മ, അധികാരത്തിന്റെ വീട് ഒരു ചെറിയ മൺകൂരയായിരുന്നു. അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും പൊട്ടിക്കരഞ്ഞു. ഒരു ജനാസയുടെ, ഒരു മയ്യത്തിന്റെ ജനാസ എടുക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ കരഞ്ഞുകൊണ്ടാണ് അവർ എഴുന്നേൽക്കുന്നത് എന്ന് കഅബുൽ ഖുറളി റളിയല്ലാഹു തആല അൻഹു. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.